കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഗ്രീൻ ആർമിയുടെയും NWCTK ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ തൊഴുപ്പാടം ഗവൺമെന്റ് LP സ്കൂളിൽ ഹരിത സംഗമം, മാലിന്യമുക്ത ക്യാമ്പയിനും തുണിസഞ്ചി വിതരണവും നടന്നു. തൊഴുപ്പാടം ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രീൻ ആർമി യൂണിറ്റിന്റെയും നാച്ചുറൽ ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റ് കേരളയുടെയും ആഭിമുഖ്യത്തിൽ ഹരിത സംഗമം 2025 എന്ന പേരിൽ മാലിന്യമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പാഞ്ഞൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രനിൻ ഡേവിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ ആർമി കോർഡിനേറ്റർ റഷീദ യൂണിറ്റിന്റെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് വിശദീകരിച്ചു. പരിപാടിയുടെ ഭാഗമായി തൊഴുപ്പാടം പ്രദേശത്തെ പഞ്ചായത്ത് ഹരിതകർമ്മസേന പ്രവർത്തകരെ ആദരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യമുക്ത ക്യാമ്പയിനിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് തുണിസഞ്ചി നിർമ്മാണ ശില്പശാലയ്ക്ക് പഴയന്നൂർ BRC അധ്യാപിക സജിത നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നാച്ചുറൽ ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റ് കേരള ഡയറക്ടർ ഹരിപ്രസാദ് സൗജന്യമായി തുണിസഞ്ചികൾ വിതരണം ചെയ്തു. അധ്യാപകരായ ശോഭന KG, മുഹമ്മദ് റഷീദ് CH, മുനീർ CK, ഗ്രീൻ ആർമി കോർഡിനേറ്റർ ചിത്ര ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അതിനുശേഷം പല പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിരുന്നു. ഒരു പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളിലൊന്നും ഗ്രീൻ ആർമി കണ്ടില്ല. ഞാൻ കോർഡിനേറ്ററിനോട് ചോദിക്കുകയായിരുന്നു, ഇവിടെ തൊഴിൽപ്പാട് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. ഗ്രീൻ ആർമി നമ്മൾ ഹരിതസഭ നടത്തിയപ്പോഴും അതേപോലെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി റോഡ് ഷോ, പബ്ലിക് ഷോ ഒക്കെ നടത്തിയപ്പോഴും ഈ യൂണിഫോം ഇട്ട തൊഴിൽപ്പാട് സ്കൂളിലെ കുട്ടികളുടെ ആ ഒരു പ്രസൻസ് വളരെയധികം വിലമതിച്ചു എന്നുള്ളതാണ് സത്യത്തിലുണ്ടായിരുന്നത്. ഈ സ്കൂളിൽ വരുമ്പോൾ അതേപോലെ തന്നെ ഒരു പച്ചപ്പാണ് അന്തരീക്ഷം പലപ്പോഴും ഫീൽ ചെയ്യാറ്. ന്യൂസ് ഡെസ്ക് CCV.